യെസ് ഗെയിമർസായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ബെഡ് വാറാണ്. എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിലുള്ള ഹീവിലുള്ള ബെഡ് വാറല്ല, അല്ലാത്ത സാധാ ബെഡ് വാറാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആളായില്ലേ? കറക്റ്റ്. ഓക്കെ, ഇപ്പോഴാണ് മാച്ച് തുടങ്ങിയത്. ഞാൻ എല്ലാ ടീമാണ് കണ്ട ഗെയിമർസായിരുന്നു കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ ടീമാണ്. ഓക്കെ, നമുക്ക് ഇത് കളിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ഇപ്പം ഇവിടെ നിൽക്കണുണ്ട്. ഈ സ്ഥലത്ത് കുറച്ച് കോയിൻ കണ്ട, എനിക്കൊരു കോയിന്, 2 കോയിന്, 3 കോയിൻ അങ്ങനെ കിട്ടണതുണ്ട്. അത് വെച്ച് ഇവിടെ കുറച്ച് വെപ്പൺസൊക്കെ വാങ്ങിക്കാൻ പറ്റും. ബ്ലോക്ക് ഇങ്ങനത്തെ കുറേ, ഇതൊക്കെ ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് അപ്പുറത്ത് നിന്നൊക്കെ കിട്ടുള്ളൂ. നമ്മളിപ്പം ഒരു വാള് വാങ്ങിച്ചു, പിന്നെ ഒരു ആരോ വാങ്ങിച്ച്, പിന്നെ ഗൈസ് ഈ ഷീൽഡ് തലയിൽ വയ്ക്കുന്ന ഹെൽമെറ്റ് വാങ്ങിച്ച്, പിന്നെ 6 രൂപ എടുത്ത ഡയമണ്ട് നമ്മൾ ഗോൾഡാക്കി, പിന്നെ 2 വരുമ്പോൾ വീണ്ടും 1 വാങ്ങിച്ച്, പിന്നെ നമുക്കിത് ബ്ലോക്ക് വാങ്ങിക്കാം. ഇത് ഈ വീണ്ടും 32 കിട്ടും ഒരെണ്ണം വെച്ച് വാങ്ങിക്കുമ്പോൾ. ഓക്കെ, ഇത്ര മതി. നമ്മളെ കയ്യിൽ ഇത് നിങ്ങൾ കണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അതിനപ്പുറത്ത് പോയിട്ട് ആൾക്കാരെ കൊല്ലണം. നമ്മളെ ഈ ബെഡിനെ പൊട്ടിക്കല് എന്ന് വെച്ചാൽ വേറെ ടീമുകാർ വന്ന് ഈ ബെഡിനെ പൊട്ടിച്ചാൽ നമ്മൾ ഔട്ടാവുന്നതായിരിക്കും ഗൈസ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കളിക്കണം ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, ഇതാണ് ഗൈസ് എൻ്റെ ക്യാരക്ടർ. ഗെയിമർ S5 എല്ലാം ഒന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ വേണ്ട ഒരു 20 ഹാർട്ട് പോലെ കൊടുത്തിരിക്കുന്ന അതെൻ്റെ ഫോളോവേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എൻ്റെ ക്യാരക്ടർ. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണം. കണ്ട, ഒരുത്ത അവിടെ നിന്ന് വരണം ഗൈസ്. അവനൊന്ന് തീർക്കട്ടെ. ഇവിടെ ഇടാം, അടി അവനെ തീർക്ക്. അയ്യോ, അവൻ എന്നെ ഇട്ടടിക്കുന്നു. ഡേ തീർക്ക്. കണ്ട, അവൻ ഓടണം. അവൻ്റെ ഹാർട്ട് കുറഞ്ഞു തോന്നു. അവൻ്റെ അയ്യോ, അവൻ കുഴി വീണ് ഗൈസ്. എന്നോടാണ് അവൻ്റെ കളി. ഞാൻ അടിച്ച് അവനെ കുഴിയിൽ തള്ളിയിട്ട് ഗൈസ്. അല്ല പിന്നെ ഇനി ഇത് ഇങ്ങനെ സ്പീഡിൽ വെച്ച് അയ്യോ, സ്പീഡിൽ വയ്ക്കാൻ നോക്കിയത് പറ്റിയില്ല ഗൈസ്. ഞാനറിയാതെ 3 എണ്ണം മണ്ടയിലോട്ട് പോയി. നമുക്ക് ഒരു ബ്ലോക്കല്ലേ ചാടിക്കിടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അവൻ സ്റ്റക്കാവണതിൻ്റെ കാര്യം എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് വെച്ച് പോവാം. പയ്യെ പോയാൽ മതി, ധൃതിയൊന്നുമില്ല എനിക്ക്. പയ്യെ വേണ്ട. ഇവ എന്തിന് ഫ്രണ്ടിൽ കയറി വന്ന് ഇവിടെ ഇവ എന്തിരിയണ? ഇവ ഫ്രണ്ടിൽ കയറി വന്നിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ കയറി ഗൈസ്. ഈ മുള്ളിച്ചെടി, അയ്യോ, ഈ മുള്ളിച്ചെടീനെ പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അത് റീസ് അവിടെ തന്നെ വരും. ഇവിടെ നിന്നല്ലേ എമറാട്ട് കിട്ടണ? നമ്മളൊന്നും കിട്ടുന്നില്ലല്ലോ. ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് എമറാട്ട്? എമറാട്ട് ഇവിടെ നിന്ന് തന്നെ കിട്ടണത്. അയ്യോ, ആരെന്നെ അടിക്കണം. ഓട്. ഇതിൻ്റെ മണ്ടേ കയറാം. അയ്യോ, ഇതിൻ്റെ മണ്ടയിലല്ല ഗൈസ്. ഇതിൻ്റെ പട്ടേ കയറാം. ഓട്. അമ്മ ഇവിടെ വന്ന് നിൽക്കുക. ഓക്കെ ഗൈസ്, അവൻ എൻ്റെ ഹാർട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബ്ലൂ ടീം അപ്പുറത്തുണ്ട്. പക്ഷെ ഞാൻ പോയ അവന്മാരെന്നെ തീർക്കുമെന്നൊരു ഡൗട്ടുണ്ട്. പോയി നോക്കാം. അയ്യോ, തീർത്ത്. ബ്ലൂ ടീമിലുള്ള ഒരുത്തൻ വന്ന് എന്നെ തീർത്ത് ഗൈസ്. ഞാൻ അവിടെ ഇങ്ങനെ പൊങ്ങി പോവാമെന്നാണ് വിചാരിച്ചത്. ബാക്കിൽ കൂടെ വന്ന് കുത്തി. കട്ടപ്പൻ എന്നാണ് അവൻ തോന്നുന്നത്. ബാഹുബലീൻ്റെ ബാക്കിൽ വന്ന് കുത്തി. എനിക്ക് പുതിയ എന്തൊരു കമ്പ് കിട്ടിയില്ല ഗൈസ്. ഇതെനിക്ക് നേരത്തെ ഈവൻ്റ് കളിച്ചപ്പോൾ ടെസ്റ്റ് തുറന്നപ്പോൾ കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇത് വെച്ച് അടിക്കുമ്പം മിക്കവാറും നല്ല ഡാമേജ് കിട്ടുമെന്നാണ് തോന്നുന്നത്. നോക്കാം. ഡാമേജ് കിട്ടിയില്ലെങ്കിൽ ഞാൻ സാധാ വാള് വെച്ച് അടിച്ചോളാം ഗൈസ്. ഒരുത്ത പണി. ഓ ഗൈസ്, ഒറ്റ അടി അവൻ തെറിച്ചു. ഇത് കൊള്ളാം ഗൈസ്. എന്നാണ്ട് ഇവിടുത്തെ ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് എടുക്കട്ടെ. എടുത്തു. ഓക്കെ ഗൈസ്, ഇനി റെഡ് ടീമിനെ നമുക്കങ്ങ് പൊട്ടിക്കാം. ഒരു ടീമിൻ്റെ ബെഡെങ്കിലും എനിക്ക് പൊട്ടിക്കണം ഗൈസ്. ഞാൻ ഇതുപോലെ ഞാൻ കളിച്ചിട്ടുണ്ട് ബെഡ് വാർ. എന്നിട്ട് ഒരാളെ ബെഡ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. ആൾക്കാരെ കില്ല് ചെയ്തിട്ടേ ഉള്ളൂ, ബെഡ് പൊട്ടിച്ചിട്ടില്ല. ഇവിടെ നേരെ വിട്ട് നോക്കിട്ട് ആരും അവിടെ എത്തണില്ല. നമുക്ക് ഇവിടെ വന്ന് വിട്ട് നോക്കാം. ഇതെത്തു ഉറപ്പ്. എത്തി, കറക്റ്റ്. നീ അവിടെ നിന്ന് വിട്ട് നോക്കാം. എത്തിയില്ല. കുലുങ്ങാതെ ഒരു സ്ഥലത്ത് ഇതില്ല. അവൻ എന്നെ കണ്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഒറ്റ വിടൽ. ഇപ്പം എന്നെ ഇല്ല, വീണ്ടും കണ്ടില്ല. പൊട്ടായി.
ഇപ്പം കണ്ടെന്ന് തോന്നുന്നു. ഒരു വെടി കൂടെ വിട്ട് കൊണ്ട് ഇനി നമുക്ക് ഇതെടുക്കാം. എൻ്റെ തലമണ്ട നോക്കി ഒരടി. അവൻ തെറിച്ച് പോകും ഗൈസ് ഇത് വെച്ചടിക്കുമ്പോൾ. അതാണ് ഇതിൻ്റെ ഗുഡ്. ചത്ത്. ഓക്കെ, പെട്ടെന്ന് നോട്ടെ. അവന് റീസ്പോൺ ആകുമ്പോൾ ഒരു 10 സെക്കൻഡ് പിടിക്കും. അതിന് മുമ്പ് ഞാൻ അതിൻ്റെ ബാക്കിൽ വന്നിട്ട് നമുക്ക് മറ്റേ ഇതുണ്ടാക്കണം ഗൈസ്. ഇതും പിന്നെ ഒരു പിക്കാക്സും ഉണ്ടാക്കി ഞാൻ. ഓക്കെ, പിക്കാക്സ് വെച്ച് ഇതല്ലേ പൊളിക്കാൻ പറ്റണം. പിക്കാക്സും നമ്മൾ പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, ഇതിൻ്റെ പേരെന്തിനായിരുന്നു, ആക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആക്സ് വെച്ച് ഫസ്റ്റ് ഇതങ്ങ് ആദ്യം ഇവിടെ ഒന്ന് കവർ ചെയ്യട്ടെ ഞാൻ. എന്നിട്ട് മണ്ടയിൽ കവർ ചെയ്യാം. റെഡ് ടീമിൽ ആരെങ്കിലും വന്നാൽ ഓക്കെ ഗൈസ് ഇതങ്ങ് ഞാൻ തുറന്ന് ഞാൻ അറിയാതെ ഓക്കെ ഇതടിക്കണമെങ്കിൽ നമുക്ക് ഈ പിക്കാക്സ്. ഓക്കെ ഗൈസ് ബെഡ് കിട്ടി. ബെഡിലടിച്ച് പൊട്ടി. ഫസ്റ്റ് ടൈം ഐ ആം ബ്രോക്ക് ഹിസ് ബെഡ്. ഞാൻ ഇവൻ്റെ ബെഡ് അവസാനം പൊട്ടിച്ച്. ഒരാളെ ബെഡെങ്കിലും എനിക്ക് പൊട്ടിക്കാൻ പറ്റി ഗൈസ്. യെസ്, ഫൈനലി ഐ ആം ബ്രേക്ക്. ഞാൻ പൊട്ടിച്ച്. ഇതെന്ത് പൊട്ടാത്ത? പൊട്ടതെനിക്ക് ഓർഡർ. ഇപ്പോൾ ഇവിടെ കുറേ പേര് കാണും. ഓട്. അല്ല അവനെയും കൊന്നാരോ എൻ്റെ ടീമിലുള്ള ഒരുത്തെ. നമുക്കിനി നേരെ ഇവൻ്റെ ചെസ്റ്റിലെല്ലാം ഉണ്ടാ. ഇവൻ്റെ ചെസ്റ്റിലൊന്നുമില്ല. നല്ല എടുത്ത് വെക്കട്ടെ, നല്ല ആയുധങ്ങളും എല്ലാം. ഇനി നമുക്കത് ഓറഞ്ച് ടീമാണ്. ഓറഞ്ച് ടീം ഇല്ലല്ല. പിന്നെ അതെന്തിനാണ് അവിടെ നോക്കട്ടെ. ഇല്ല എന്തിനോ ഒന്നുമില്ല ഗൈസ് ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ? പറ്റൂല ഗൈസ്. നമുക്കിന്ന് ഇങ്ങോട്ടൊന്ന് കയറി വെക്കാം. ഡയമണ്ട് കിട്ടി. ഇന്ന് ഡയമണ്ട് വെച്ച് നമ്മളെ ഹെൽത്തും ഇത് ഡയമണ്ട് വെച്ചല്ല വാങ്ങിക്കണം. നമുക്ക് നമ്മളെ വെട്ടണ പവർ കൂട്ടാൻ പറ്റും, പിന്നെ ഹെൽത്തും കുറച്ച് കൂട്ടാൻ പറ്റും. അതൊക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെത് 23 ഗൈസ് ഹെൽത്ത്. ഓക്കെ, നമുക്കൊന്ന് പോവാം നേരെ. റൺ ബേബി റൺ. ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 15 കിട്ടി. ഓക്കെ, നമുക്ക് ഈ പച്ച ആളിൻ്റെ അതും പൊട്ടിക്കാം ഗൈസ്. 2 ബെഡിൽ നിന്ന് പൊട്ടിക്കാൻ പോകുന്നു ഗൈസ്. ഇതാരെങ്കിലും എൻ്റെ ടീമിൽ ആരോ ഇങ്ങോട്ട് വരണമല്ലോ എനിക്ക് തോന്നി. അപ്പോൾ അവൻ പൊട്ടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇനി ഏത് ടീമുണ്ട്? നമ്മൾ റെഡ് ടീമിൻ്റെ അത് പൊട്ടിച്ചു. പിന്നെ ഇനി ബ്ലൂ ടീമാണുള്ളത്. ബ്ലൂ ടീമല്ലേ ഉള്ളത്? ബ്ലൂ ടീം തന്നെ. ഇവിടെ നിന്ന് ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് എടുത്ത് ഇനി നമുക്ക് ബ്ലൂ ടീമിൻ്റെ ഇങ്ങോട്ട് ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ട് പോകാം. ബ്ലൂ ടീമിലോട്ട് ഈ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അങ്ങോട്ട് നിന്ന് പോകണോ? അപ്പോൾ അവിടെയാണ് ബ്ലൂ ടീമുള്ളത്. അല്ല ഇടത്തോട്ടാ? ഇങ്ങോട്ട് നിന്നാണ് തോന്നാം. നമുക്കപ്പോൾ ഇങ്ങോട്ടൊന്ന് പോകാം. ഓക്കെ ഗൈസ്. അയ്യോ ലാവേ വീണ്. ഇനി എൻ്റെ ആർട്ട് ഡയറ്റ് ഞാൻ ചത്തു. ഇനി റിവൈവ് ആവാൻ 6 സെക്കൻഡ് വീണ്ടും പിടിക്കും ഗൈസ്. ഇതെന്തൊരു കഷ്ടം. അവനെ കൊല്ലാൻ പോയതാണ്, പറ്റിയില്ല ഗൈസ്. 26 കിട്ടി. ഓക്കെ, നമ്മൾ എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കണം. വാളിൻ്റെ പവർ കൂട്ടി, ഇതിൻ്റെ ഇത് കൂട്ടി, ഇത് വീണ്ടും കൂട്ടി. പിന്നെ നമുക്ക് നമ്മളെ ഹെൽമെറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി കുറച്ച് ഇതൊക്കെ വാങ്ങിക്കാം. ആർമർ ഞാനങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത് കുറേ ബ്ലോക്ക് അങ്ങ് വാങ്ങിക്കാം. മതി ഇത്ര ബ്ലോക്ക് മതി. 364 ബ്ലോക്ക് ഞാനങ്ങ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല. പൈസ പോകണമെങ്കിൽ അങ്ങ് പോട്ടെ ഗൈസ്. ഓക്കെ, പൈസ വീണ്ടും കിട്ടുമല്ലോ. ഇവിടെ കൂടെ നമുക്ക് നേരെ പോയി നോക്കാം. എനിക്ക് മറ്റേ ബ്ലൂ ടീമിൻ്റെ ബാക്കിൽ കൂടെ ബാക്ക് കൂടെ പൊട്ടിച്ചിട്ട് കയറാൻ നോക്കി നോക്കാം ഗൈസ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഫസ്റ്റ് നേരെ ലാവേ വീഴാതെ പയ്യെ പോവാം. ലാവേ വീണാൽ പിന്നെ തീർന്ന്. മുൾച്ചെടി കയറിക്കൊണ്ട് നേരെ പോകണ്ട, ബാക്കിൽ കൂടെ പോയി അടിക്കാം. നേരത്തെ ഇവന്മാരിൽ ആരോ ഒരാൾ എൻ്റെ ബാക്കിൽ വന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു ഡേഞ്ചർ. അയ്യോ, നമ്മളെ ബെഡ് എന്തൊരു ആരോ പൊട്ടിച്ചെന്നാണ് ഗൈസ് തോന്നുന്നത്. ഡേഞ്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരോ നമ്മളെ ബെഡ് അങ്ങ് പൊട്ടിച്ചതാ ഗൈസ്. ബെഡ് പൊട്ടി. ബ്ലൂ ടീമിൻ്റെ ബെഡ് പൊട്ടി.
ബ്ലൂ ടീമിൻ്റെ ബെഡ് പൊട്ടിയാണെന്ന് എനിക്കറിഞ്ഞൂടെ. നമ്മളെ ബെഡ് പൊട്ടി, അതുകൊണ്ടാണ് അവിടെ ഡേഞ്ചർ എന്നും പറഞ്ഞ് സിഗ്നൽ കാണിച്ചത്. ഇനി ബ്ലൂ ടീമിലുള്ള ആളിനെ നമുക്ക് എങ്ങനെയെങ്കിലും കൊല്ലണം. നമ്മളെ ടീമിൽ ആരും ചാവല്ലേ ഗൈസ്. പെട്ടെന്ന് പോട്ട്. നമ്മളെ ടീമിൽ 2 പേരെന്തരേ ഉള്ളൂ, ഞാനും വേറൊരുത്തനെന്നും തോന്നുന്നു. പെട്ടെന്ന് പോട്ട്. ബാക്കിൽ കൂടെ പോയി അവൻ്റെ മറ്റേത് പൊട്ടിക്കാം. അയ്യോ എന്തിനെൻ്റെ ഹാർട്ട് പറഞ്ഞ, ഓട്. അങ്ങനെ പെട്ടെന്ന് അവിടെ എന്തൊരു മുൾച്ചെടി ഇരുന്നെന്ന് തോന്നുന്നു ഗൈസ്. എൻ്റെ ഹാർട്ട് അങ്ങനെ പെട്ടെന്ന് കുറഞ്ഞ്. ഓക്കെ, ഇവിടെ നിന്ന് പൊട്ടിച്ച് കയറാൻ പറ്റുമോ? ഇതെടുത്ത് മാറ്റിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യണതിന് ഇതിനെ മാറ്റിയാൽ എനിക്ക് മറ്റേ ആക്സ് എടുക്കാൻ പറ്റുള്ളൂ. അത് പിക്കാക്സ് വെച്ച് കൊടുക്കാം. ഓ, ഇത് അവിടെ തന്നെ ഡീസ്പോണായി വരും ഗൈസ്. എന്ത് ഗൈസ് കഷ്ടം. റൗണ്ട് തീർന്ന് യെസ്, നമ്മളെ ടീം ജയിച്ച് ഗൈസ്. ഈ ടീം ജയിച്ച്. ഇനി നമ്മൾ ബാക്ക് ടു ലോബിലോട്ട് പോകാം. ഞാൻ ലെവൽ 5 ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒരാളെ കൊന്നുള്ളൂ. അല്ലല്ല, ഞാൻ 3 പേരെ കൊന്ന് എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഞാൻ ബാക്ക് ടു ലോബിലോട്ട് പോയി. ബാക്ക് ടു ലോബ് കൊടുത്തിട്ട് പോവാത്തെന്ത് ഗൈസ്? ബാക്ക് ടു ലോബ് കൊടുത്ത് ഇനി ഇതൊന്ന് വന്നോട്ടെ ഗൈസ്. ഓക്കെ, എനിക്ക് എന്തിനൊക്കെ ക്ലെയിം ചെയ്യാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്തിനൊക്കെ ക്ലെയിം ചെയ്തു. ഓക്കെ, പിന്നെ എനിക്ക് എന്തിനോ ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നു, അതും ഞാൻ ക്ലെയിം ചെയ്തു ഗൈസ്. എന്തിനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടണതല്ലേ നമുക്ക് എടുക്കാം. പിന്നെ വേറെ നമ്മളെ ലെവൽ 2 എന്നും പറഞ്ഞ് എന്തിനോ കൊടുത്തിരുന്നു, അതും ക്ലെയിം ചെയ്താ. 50 എന്തിനോ ഒരു സ്റ്റോണും കൂടെ കിട്ടി. അതെന്തിരുന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അടുത്ത് വീണ്ടും വേറെ എന്തിനോ ക്ലെയിം ചെയ്യാനുണ്ട്, അത് ഞാൻ ക്ലെയിം ചെയ്ത്. ഓക്കെ, അപ്ഗ്രേഡ് ചെയ്യാം. 50 വേണം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം 0 ഓക്കെ, അടുത്ത് സ്റ്റാർട്ട് അവർ താക്കാൻ പറഞ്ഞ്. എന്തിനാണെന്നോ സ്റ്റാർട്ട് ആക്കാൻ. അത് മാച്ചാണ്. സ്റ്റാർട്ട് ആത്ത മാച്ചാണ് പോണം. അതെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഒരു മാച്ച് മതി. ഞാൻ ഈ മാച്ചിൽ കയറിയിട്ട് പുതിയ വല്ല വെപ്പൺസ് കിട്ടിയാണെന്നൊന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. എന്നിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഞാൻ. ഓക്കെ, ഇതൊന്ന് വന്നോട്ടെ ഗൈസ്. പെട്ടെന്ന് വാ. വന്നു. ഓക്കെ, നമ്മൾ റെഡ് ടീമാണ്. ഓക്കെ, റെഡ് ടീമായിട്ടുണ്ട്. പുതിയ വെപ്പൺസ് ഒന്നും കിട്ടിയില്ല എന്നാണ് തോന്നുന്നത്. എൻ്റെ കയ്യിൽ നേരത്തെ പോലെ പഴയ വെപ്പൺസ് തന്നെ, വേറൊരു കുന്തവും ഇല്ല. പിന്നെ ഓടുമ്പോൾ എന്തെങ്കിലും അതൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ബെഡ് വാർ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണുമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ ഗൈസ്, ബൈ.